4 ദമ്പതിമാർ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ അവർക്ക് ആ വീട്ടിലുണ്ടാകുന്ന അനുഭവങ്ങളാണെങ്കിലോ വളരെ നിഗൂഢമായിരുന്നു. ഇതുപോലെ ട്രിപ്പ് പോകുന്ന നമ്മളിൽ പലർക്കും ഇത് സംഭവിക്കുകയും ചെയ്യാം. അപ്പൊ പറഞ്ഞു വരുന്നത് 2020 ഇറങ്ങിയ ദ റെന്റൽ എന്ന മൂവിയെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ കടൽ തീരത്തുള്ളൊരു വീടാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെ വാടക കുറച്ച് കൂടുതലാണെങ്കിലും അങ്ങോട്ടേക്ക് തന്നെ വീക്കെൻഡ് ആഘോഷിക്കാൻ പോകാമെന്ന് ചാർലി തീരുമാനിക്കും. ചാർലിയോടൊപ്പം അവൻ്റെ ഫ്രണ്ടായ ജോഷിൻ്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ലോറയും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പം ജോഷും അങ്ങോട്ടേക്ക് വരും. ആ ടൈമിൽ ചാർലി ജോഷിനോട് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് രാത്രിയാകുമ്പം ജോഷു ലോറയുടെ കൂടെ കൂടിയതിൽ പിന്നെ അവന് മാറ്റമുണ്ടെന്നും അവൻ്റെ ക്യാരക്ടറൊക്കെ നല്ലപോലെ മാറിയെന്നും ചാർലി അവൻ്റെ വൈഫായിട്ടുള്ള മിഷേലിനോട് പറയും. അങ്ങനെ പിറ്റേ ദിവസം 4 പേരും ആ വീട്ടിലേക്ക് യാത്ര തുടങ്ങും. ആ ടൈമിൽ ജോഷ് അവൻ്റെ പട്ടിയെ കൂടെ കൊണ്ടുവന്നത് ചാർലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് എത്തും. അവർ വീട് മുഴുവൻ ഒന്ന് കറങ്ങി കാണും. പക്ഷെ ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പോഴേക്കും ആ വീടിൻ്റെ കെയർ ടേക്കറായിട്ടുള്ള ടൈലർ അങ്ങോട്ടേക്ക് വരും. ഇതിനു മുമ്പ് ആ വീട് വാടകയ്ക്ക് ചോദിച്ച് ലോറ അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് പക്ഷേ ടൈലർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർലി ചോദിച്ചപ്പം കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ലോറയ്ക്ക് ടൈലർ റേസിസ്റ്റ് ആണോ എന്ന് ഡൗട്ട് തോന്നും. ടൈലറിന് ഇഷ്ടപ്പെടുകയില്ലെന്നോർത്ത് അവരവരുടെ ഡോഗിനെ ടൈലറിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കും. തൻ്റെ അപേക്ഷ റിജക്റ്റ് ചെയ്ത ടൈലറിൻ്റെ സംസാരം ലോറയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ടൈലർ പറയും ഇതവൻ്റെ വീടല്ലെന്നും അവൻ്റെ ബ്രദറിൻ്റെ വീടാണെന്നും അവനിവിടെ കെയർ ടേക്കറായി നിൽക്കുന്നതേ ഉള്ളെന്നും. പിന്നീട് ടൈലർ അവിടുന്ന് പോകുകയും ചെയ്യും. പോയതിനു ശേഷം ടൈലറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലോറ നല്ല ദേഷ്യത്തിലാകും. ജോഷ് അവളെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിക്കുകയും ചെയ്യും. വീട് വൃത്തിയാക്കുന്ന ടൈമിൽ ബെഡിൽ എന്തോ പറ്റിയിരിക്കുന്നത് മിഷേൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പം ജോഷ് അവൻ്റെ ഡോഗിനെയും കൊണ്ട് കറങ്ങാനിറങ്ങും. ആ ടൈമിൽ ജോഷ് അവിടെയുള്ളൊരു ബേസ്മെൻറ്റിലേക്ക് പോകും. അപ്പോഴാണ് അതിന് ലോക്കുള്ളതായിട്ട് ജോഷ് കാണുന്നത്. ഇങ്ങനെയൊരു ബേസ്മെൻറ്റിന് നമ്പർ ലോക്കുള്ള കാര്യം അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 4 പേരും ബീച്ചിലൂടെ നടക്കാനായി പോകും. ആ ടൈമിൽ ജോഷും മിഷേലും മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. പുറകെയാണ് ചാർലിയും ലോറയും വന്നത്. ഈ ടൈമിൽ ജോഷ് അവളുടെ വെറും ബിസിനസ് പങ്കാളിയാണെന്നുള്ള കാര്യം ലോറ ചാർലിയോട് പറയും. പക്ഷേ ജോഷ് ഇവളെ ഒരു കാമുകിയായിട്ടാണ് കണ്ടത്. പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് വരും. രാത്രിയിൽ ഫുഡ് കഴിച്ചതിന് ശേഷം മിഷേൽ കൊണ്ടുവന്ന ഡ്രഗ് എല്ലാവരും അടിക്കും. അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ജോഷും മിഷേലും ഉറങ്ങിപ്പോകും. ചാർലിയും ലോറയും പുറത്തേക്കും പോകും. പുറത്തുപോയി 2 പേരും കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കും. കുറച്ച് കഴിയുമ്പം ലോറ അകത്തേക്ക് കയറി വരും. ആ ടൈമിൽ ജോഷ് ഉറങ്ങുകയായിരുന്നു. ചാർലി ആണെങ്കിലോ ബാത്ത് ടബിൽ കുളിക്കുകയും. ചാർലിയെ കണ്ട ലോറയും അവൻ്റെ കൂടെ ബാത്ത് ടബിലേക്ക് വരും. പക്ഷെ ബാത്ത് ടബിൽ വന്ന ശേഷം നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കും. ആ ടൈമിലാണ് ജോഷിൻ്റെ നായ അങ്ങോട്ടേക്ക് വന്നത്. ഇത് കണ്ട ലോറ അവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകും. പക്ഷെ ബാത്റൂമിൽ വെച്ച് 2 പേരെയും കൈവിട്ടു പോകും. ചാർലിയും ലോറയും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ചാർലി ലോറയുടെ അടുത്തേക്ക് വരും. ഇന്നലെ രാത്രിയിൽ നടന്നത് അറിയാതെ പറ്റിയതാണെന്നും നമ്മളത് മറക്കണമെന്നും ചാർലി പറയും. കുറച്ച് കഴിയുമ്പം ജോഷും മിഷേലും നടക്കാനായി പോകും. 2 പേരും ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകും. പക്ഷേ ഈ ടൈമിലും ലോറയും ചാർലിയും വരുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ ജോഷും മിഷേലും നടക്കുന്ന ടൈമിൽ ചാർലിക്ക് പണ്ടൊരു കാമുകയുള്ള കാര്യം ജോഷ് തമാശ പോലെ മിഷേലിനോട് പറയും. ഇത് കേട്ട മിഷേലിന് നല്ല വിഷമമാകുകയും ചെയ്യും. ആ ടൈമിൽ 2 പേരെയും അകലെ നിന്ന് ആരോ വാച്ച് ചെയ്യുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ജോഷ് സോഫയിൽ കിടക്കും. ആ ടൈമിൽ ലോറ കുളിക്കാനായി പോകും. കുളിക്കുന്ന ടൈമിലാണ് അവളൊരു കാര്യം കാണുന്നത്. അവിടുത്തെ ഷവറിൽ ഒളിക്യാമറ ഉള്ളതായിട്ട്. ഇത് കണ്ട ലോറ ഉറക്കെ ചാർലിയെ വിളിക്കും. ചാർലി വന്ന് നോക്കുമ്പോഴോ അത് ഒളിക്യാമറ തന്നെയായിരുന്നു. പെട്ടെന്നാണ് ചാർലി ഇന്നലെ 2 പേരും കാര്യങ്ങൾ നടത്തിയ ബാത്റൂമിലേക്ക് പോകുന്നത്. നോക്കുമ്പോഴോ ആ ബാത്റൂമിലെ ഷവറിലും ഒരു ഒളിക്യാമറ ഉണ്ടായിരുന്നു. ഇത് കണ്ട 2 പേർക്കും നല്ല പേടിയാകും. ലോറ പറയും നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന്. ചാർലി ആണെങ്കിലോ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്തു നോക്കും. വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പണി പാളുമെന്നും പറയും. ഇത് ഈ വീടിൻ്റെ കെയർ ടേക്കർ ആയിട്ടുള്ള ടൈലർ ആയിരിക്കും വെച്ചതെന്ന് 2 പേരും ഓർക്കും. പക്ഷേ ടൈലറിനെ ചോദ്യം ചെയ്താലോ ടൈലർ ആ വീഡിയോ ജോഷിൻ്റെ മിഷേലിനെയും കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് ചാർലി പറയും. നമുക്കിവിടെ ഒന്നും നടന്നതായിട്ട് നടിക്കേണ്ടെന്ന് ചാർലി ലോറയോട് പറയും. അങ്ങനെ പിന്നീട് ജോഷിയും മിഷേലും വീട്ടിലേക്ക് വരും. ഈ ടൈമിൽ ചാർലിക്ക് പണ്ട് കാമുകയുണ്ടെന്ന് അറിഞ്ഞ മിഷേൽ ചാർലിയുമായിട്ട് ഉടക്കുകയും ചെയ്യും. ചാർലി ആണെങ്കിൽ കുറെ അഭിനയിക്കുന്നുമുണ്ടായിരുന്നു. ഈ ടൈമിൽ മിഷേൽ നമുക്ക് വീണ്ടും ഡ്രഗ് അടിച്ചതിന് ശേഷം അടിച്ചു പൊളിക്കാമെന്ന് എല്ലാവരോടും പറയും. പക്ഷെ ആർക്കും അതിനുള്ള മൂഡില്ലായിരുന്നു. ജോഷ് നായയെ ലോറയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ ടെൻഷൻ കാരണം ലോറ അത് മറന്നു പോവുകയും ചെയ്യും.
മിഷേൽ ഒഴികെ ബാക്കി 3 പേരും നായയെ അന്വേഷിച്ചിറങ്ങും. ആ ടൈമിലാണ് അവിടുത്തെ ബാത്ടബ് വർക്കാകുന്നില്ലെന്നുള്ള കാര്യം മിഷേൽ അറിയുന്നത്. ഇതറിഞ്ഞ മിഷേൽ അത് ശരിയാക്കാൻ വേണ്ടി ടൈലറിനെ വിളിക്കുകയും ചെയ്യും. പിന്നീട് നായയൊക്കെ അന്വേഷിച്ചതിന് ശേഷം ചാർലിയും കൂട്ടരും വീട്ടിലേക്ക് വരും. ആ ടൈമിൽ ടൈലറിനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മിഷേൽ ചാർലിയോട് പറയും. ഇത് കേട്ട ചാർലി നല്ല ടെൻഷനിലാകും. ടൈലർ ഇങ്ങോട്ട് വന്നാൽ ആ വീഡിയോയുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചാർലിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ ടൈമിൽ ടൈലർ അങ്ങോട്ട് വരികയും ചെയ്യും. നിങ്ങൾ ഇവിടെയുള്ള നായയെ കണ്ടോ എന്ന് ചാർലി ചോദിക്കും. ഇത് കേട്ട ടൈലർ ഇല്ലെന്നും പറയും. പിന്നീട് ടൈലർ അവിടെയുള്ള ബാത്ടബ് ശരിയാക്കാൻ വേണ്ടി പോകും. അങ്ങനെ ബാത്ടബിൻ്റെ പണി കഴിഞ്ഞ് ടൈലർ ആ വീട്ടിൽ നിന്ന് പോകാനായി തുടങ്ങും. ആ ടൈമിലാണ് ലോറ അങ്ങോട്ടേക്ക് വന്ന് ടൈലറിനെ വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നത്. വീഡിയോ ക്ലിപ്പുകൾ തിരികെ തരണമെന്നും ഇല്ലെങ്കിൽ ഈ കാര്യം പോലീസിൽ അറിയിക്കുമെന്നും ലോറ ടൈലറിനോട് പറയും. ഇത് കേട്ട ടൈലറിന് ലോറ എന്താണ് പറയുന്നതെന്ന് പിടികിട്ടിയിട്ടില്ലായിരുന്നു. ആ ടൈമിലാണ് ലോറ അവിടെയുള്ള ക്യാമറ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ടൈലർ ആണെങ്കിലോ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവൻ ഇതെന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതറിഞ്ഞ ടൈലർ എങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാനായി തുടങ്ങും. ഇത് കണ്ട ലോറ പേടിയോടെ ടൈലറിനെ തടയുകയും ചെയ്യും. അകത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ട ജോഷ് ആണെങ്കിലോ വീടിനകത്തേക്ക് കയറി വരും. ദേഷ്യത്തോടെ അവൻ കാര്യമെന്തെന്നറിയാതെ ടൈലറിനെ അടിക്കുകയും ചെയ്യും. അവൻ നല്ലപോലെ ടൈലറിനെ മർദ്ദിക്കും. ഈ ശബ്ദം കേട്ട ചാർലിയും മിഷലും അകത്തേക്ക് കയറി വരികയും ജോഷിനെ പിടിച്ചു മാറ്റുകയും ചെയ്യും. പക്ഷെ ആ ടൈമിൽ ടൈലറിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് 4 പേരും പുറത്തേക്ക് ഇറങ്ങും. ഇതൊക്കെ കാരണം വീടിനുള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ലോറയ്ക്ക് പറയേണ്ടി വരും. ആ ടൈമിൽ ഈ 4 പേരെ വയർലെസ് ക്യാമറയിലൂടെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആ വാച്ച് ചെയ്ത ആൾ വീടിനകത്തേക്ക് കയറി വരികയും ടൈലറിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. ടൈലറിന് വേണ്ടി എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാമെന്ന് മിഷേൽ പറയും. പക്ഷേ കുടുങ്ങുമെന്നുള്ള പേടി കാരണം ചാർലി അത് വേണ്ടെന്നും പറയും. പിന്നീട് 4 പേരും അകത്തേക്ക് കയറി ടൈലറിനെ നോക്കുമ്പോഴോ ടൈലർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട എല്ലാവർക്കും നല്ല പേടിയാകും. ഇതൊക്കെ കണ്ട മിഷേൽ നമ്മൾ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണമെന്ന് പറയും. പക്ഷേ ഇത് കേട്ട ചാർലി ആണെങ്കിലോ ജോഷ് പണ്ട് കോളേജിൽ പഠിച്ച ടൈമിൽ ഒരാളെ കൊലപ്പെടുത്തിയ കുറ്റത്തിൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോഷ് വീണ്ടും കുടുങ്ങുമെന്നുള്ള പേടി കാരണം ചാർലി ഇത് പുറത്ത് പറയേണ്ടെന്ന് പറയും. നമുക്ക് ടൈലറിന്റെ മരണം അപകടമരണമാക്കി മാറ്റാമെന്ന് ചാർലി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ട മിഷേൽ ഇത് എതിർക്കുന്നുമുണ്ടായിരുന്നു. അവൾക്ക് പോലീസിനെ അറിയിക്കണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ മിഷേൽ ഒഴികെ ബാക്കി 3 പേരും ടൈലറിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത മിഷേൽ ആ വീട്ടിൽ നിന്ന് പോകാനായും തുടങ്ങും. ടൈലറിന്റെ ബ്ലഡ് എല്ലാം അവിടെ നിന്ന് തുടച്ചതിന് ശേഷം ചാർലിയും കൂട്ടരും ടൈലറിന്റെ ബോഡിയും എടുത്തുകൊണ്ട് വീടിന് പുറത്തേക്ക് വരും. അവർ ആ ബോഡി അപകടമരണമാക്കാൻ വേണ്ടി പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. അതോടൊപ്പം തന്നെ ഡൗട്ട് തോന്നാതിരിക്കാൻ ബോഡിയുടെ മുകളിലേക്ക് മറ്റൊരു പാറക്കല്ലും വലിച്ചെറിയും. പിന്നീട് ജോഷ് താഴേക്ക് ഇറങ്ങിയ ശേഷം ആ ബോഡി പാറയിൽ നിന്ന് വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. ഈ ടൈമിൽ വീട്ടിനകത്തുണ്ടായിരുന്ന മിഷേൽ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഇത് കേട്ട മിഷേൽ ബാത്റൂമിൽ നോക്കുമ്പോഴോ അവിടെ അല്ലായിരുന്നു വെള്ളം വീണത്. അവൾ ആ വീട് മുഴുവൻ അന്വേഷിച്ച ശേഷം മുകളിലേക്ക് പോകുമ്പോഴോ ആ ശബ്ദം TV-യിൽ നിന്നായിരുന്നു. കാരണമെന്ന് ചാർലിയും ലോറയും ബന്ധപ്പെട്ട വീഡിയോ ആരും ആ TV-യിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട മിഷേലാണെങ്കിലോ ആകെ തളർന്നു പോകും. ഈ ടൈമിൽ ചാർലിയും ആളുകളും ടൈലറിന്റെ ബോഡി കളഞ്ഞ ശേഷം മുകളിലേക്ക് കയറി വരികയും ചെയ്യും. ആ ഒരു ടൈമിൽ കില്ലർ പുറകെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ ആരും അത് കണ്ടുമില്ലായിരുന്നു. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോഴാണ് മിഷേൽ അവിടുന്ന് വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നത് ചാർലി കാണുന്നത്. ഇത് കണ്ട ചാർലി അവളുടെ പുറകെ ഓടി വണ്ടിയുടെ അടുത്തെത്തിയ ശേഷം എന്തു പറ്റിയെന്ന് ചോദിക്കും. ആ ടൈമിൽ മിഷേൽ ബന്ധപ്പെടുന്ന വീഡിയോ കണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യും. ഇത് കേട്ട ചാർലി നല്ല ഷോക്കായി പോകും. പക്ഷെ അതവൾ എവിടെയാണ് എങ്ങനെയാണ് കണ്ടതെന്ന് പറയുകയുമില്ല. അവൾ അവിടുന്ന് വണ്ടിയും എടുത്ത് പോവുകയും ചെയ്യും. കാര്യം അറിഞ്ഞ ചാർലി ജോഷിന്റെയും ലോറയുടെയും അടുത്തേക്ക് വരികയും അതൊരു വയർലെസ് ക്യാമറയാണെന്നും അതിന്റെ വിഷ്വലായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും നമുക്കത് കണ്ടുപിടിക്കണമെന്നും പറയും. ഇവിടെ വിഷമത്തോടെ മിഷേൽ കാറും ഓടിച്ചു പോകും. ആ ടൈമിലാണ് അവളുടെ കാറിന്റെ ടയർ പൊട്ടുന്നത്. ഇതറിഞ്ഞ മിഷേൽ വണ്ടിയിൽ നിന്നിറങ്ങി നോക്കുമ്പോഴോ മനഃപൂർവ്വം ആരോ ട്രാപ്പ് വെച്ചതായിരുന്നു. ഇത് കണ്ട മിഷേൽ പേടിയോടെ വീണ്ടും വണ്ടിയിലേക്ക് കയറിയിരിക്കും. അവൾ ഈ കാര്യം ചാർലിയോട് പറയും. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ ചാർലിക്ക് മെസ്സേജ് അയക്കും. ആ ടൈമിൽ തന്നെ കില്ലർ അങ്ങോട്ടേക്ക് വന്ന് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ച ശേഷം മിഷേലിനെ പിടികൂടുകയും ചെയ്യും. ഇവിടെ ക്യാമറയുടെ സ്റ്റോറേജ് തേടുന്ന ഇടയിൽ ചാർലിക്ക് മിഷേലിന് മെസ്സേജ് വരും. ഇത് കണ്ട ചാർലി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മിഷേലിന്റെ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഓടും. വണ്ടി കിടക്കുന്നിടത്ത് ചാർലി എത്തുമ്പോഴോ അവിടെ മിഷേൽ ഇല്ലായിരുന്നു. അവൻ മിഷേലിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കും. ആ ടൈമിൽ ഫോൺ കാട്ടിൽ നിന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. റിങ് ചെയ്തിടത്തേക്ക് ചാർലി എത്തുമ്പോഴോ അവിടെ മിഷേലിന്റെ ബോഡിയായിരുന്നു കിടന്നത്. ഇത് കണ്ട് ചാർലി വിഷമത്തോടെ നിൽക്കുമ്പം കില്ലർ അവിടേക്ക് വന്ന് ചാർലിയെയും കൊലപ്പെടുത്തും.
ഈ ഒരു ടൈമിൽ അന്ന് ബേസ്മെന്റിൽ കണ്ട നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജോഷും ലോറയും ട്രൈ ചെയ്യുകയായിരുന്നു. അങ്ങനെ കുറെ ടൈമിന് ശേഷം അവർ കഷ്ടപ്പെട്ട ആ ഡോറ് തുറക്കും. പക്ഷെ അകത്തേക്ക് കയറിയപ്പോഴോ അവിടെ ഒന്നുമില്ലായിരുന്നു. അവിടെ സ്റ്റോറേജോ ഇവർക്ക് ആവശ്യമായതോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒന്നും കിട്ടാതെ രണ്ടുപേരും അവിടുന്ന് വീട്ടിലേക്ക് തിരികെ വരും. വരുന്ന ടൈമിലാണ് ജോഷിന് ഒരു മെസ്സേജ് വരുന്നത്. അത് ചാർലിയുടെയും ലോറയുടെയും ശബ്ദമായിരുന്നു. നമ്മൾ ബന്ധപ്പെട്ട കാര്യം മറ്റാരും അറിയില്ലെന്നുള്ള വോയിസ് ആയിരുന്നു അത്. ശരിക്കും ആ കില്ലർ അത് മൈക്രോഫോൺ വെച്ചെടുത്ത ഇവരുടെ ശബ്ദമായിരുന്നു അത്. ഇത് കണ്ട ജോഷ് കാര്യങ്ങൾ ലോറയോട് ചോദിക്കും. പക്ഷെ ലോറയാണെങ്കിലോ ഒന്നും നടക്കാത്തതുപോലെ നടിക്കും. ആ ടൈമിൽ തന്നെയാണ് കില്ലർ ഇവർ രണ്ടും ബന്ധപ്പെട്ട വീഡിയോയും കൂടി അയക്കുന്നത്. ഇത് കണ്ട ജോഷിനാണെങ്കിലോ നല്ല ദേഷ്യം വരും. ആ ടൈമിൽ കില്ലർ വാതിൽ തുറക്കുന്നത് കേട്ട ജോഷാണെങ്കിലോ ചാർലി ആണെന്നോർത്ത് അവനെ ആക്രമിക്കാൻ വേണ്ടി പോകും. വാതിൽ തുറന്നു വന്ന കില്ലർ ആണെങ്കിൽ ഹാമർ വെച്ച് ജോഷിന്റെ തലയിൽ അടിക്കുകയും ചെയ്യും. ഈ ശബ്ദം കേട്ട ലോറ താഴേക്ക് ഇറങ്ങി വരും. അവിടെ കിടക്കുന്ന ജോഷിനെയും അതോടൊപ്പം തന്നെ ആ കില്ലറിനെയും കണ്ട ലോറ നല്ലപോലെ പേടിക്കും. കില്ലർ ലോറയെ ആക്രമിക്കാൻ വേണ്ടി അടുത്തേക്ക് വരും. ഇത് കണ്ട ജോഷ് കില്ലറിന്റെ കാലിൽ കയറി പിടിക്കും. ആ ടൈമിൽ കയ്യിലുണ്ടായിരുന്ന ഹാമർ വെച്ച് കില്ലർ ജോഷിന്റെ തലച്ചടിച്ച് അവനെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് പേടിയോടെ ലോറ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടും. പുറകെ തന്നെ കില്ലറും ഓടും. ലോറ പേടിയോടെ കാട്ടിലേക്കാണ് ഓടിയത്. പക്ഷെ അവിടുത്തെ മൂടൽമഞ്ഞ് കാരണം വഴിയൊന്നും കാണാൻ പറ്റാതെ ലോറ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീഴും. അവിടെ തന്നെ ലോറ മരണപ്പെടുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ ശേഷം കില്ലർ വീണ്ടും വീട്ടിലേക്ക് വരും. ആ ഹാമർ എടുത്ത് ടൂൾ ബോക്സിലേക്ക് ഇടും. അതോടൊപ്പം തന്നെ അവിടെ തൂത്ത് വൃത്തിയാക്കുകയും അവിടെയുള്ള ക്യാമറ എല്ലാം മാറ്റി വെക്കുകയും ചെയ്യും. പിന്നീട് ആ കില്ലർ കണ്ണാടിയിലേക്ക് പോയി അവന്റെ മുഖം മൂടി ഊരും. പക്ഷെ അവന്റെ മുഖം വെളിപ്പെടുത്തുന്നില്ലായിരുന്നു. രാവിലെ ആകുമ്പോൾ ജോഷിന്റെ നായ കില്ലറിന്റെ അടുത്തേക്ക് വരും. കില്ലർ ആ നായയെ ഇണക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ നായയ്ക്ക് കില്ലറിനെ കണ്ട് പേടിയാകുന്നുണ്ടായിരുന്നു. പിന്നീട് ആ കില്ലർ കുറെ നാളുകൾക്ക് ശേഷം മറ്റൊരു വീട് വാടകയ്ക്ക് എടുക്കുകയും അവിടെ ഇതുപോലെ ഒളിക്യാമറകളും മൈക്രോഫോണുകളും പിടിപ്പിക്കുകയും ചെയ്യും. അവന് ശേഷം വരുന്ന ഫാമിലിയെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കില്ലർ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ പിന്നീട് അവന് ശേഷം മറ്റൊരു ഫാമിലി അങ്ങോട്ടേക്ക് വാടകയ്ക്ക് വരികയും ചെയ്യും. ആ ഫാമിലിയെ കില്ലർ ക്യാമറയിലൂടെ വാച്ച് ചെയ്യുന്നതായിട്ടും അവരെ കൊലപ്പെടുത്താൻ വേണ്ടി റെഡിയാകുന്നതായിട്ടും നമ്മളെ കാണിക്കും. ഇതോടെ ഈ മൂവിയും തീരും.